ഇവിടെ നമ്മുടെ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിലെ വാഴക്കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് ഗുണനിലവാരമില്ലാത്ത വിത്തുകൾ വലിയ തോതിൽ നമ്മുടെ ഇങ്ങോട്ട് എത്തപ്പെടുകയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിത്തുകൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതിനകത്ത് ഏത്തവാഴയും ഞാലിപ്പൂവിനുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത, തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിൽ വാഴവിത്തുകൾ കയറ്റി അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിൽ വന്നപ്പോൾ ഗുണനിലവാരമുള്ള വിത്തുകളുടെ ലഭ്യത വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഏത്തവാഴ കൃഷിയെ അപേക്ഷിച്ച് ഏറ്റവും ലാഭകരമായി ചെയ്യാവുന്ന കൃഷി ഞാലിപ്പൂവൻ വാഴക്കൃഷിയാണ്. കാര്യം വിപണിയിൽ എപ്പോഴും ഒരു 50 രൂപയ്ക്ക് മുകളിൽ ഞാലിപ്പൂവൻ കായ്ക്ക് വില ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തമിഴ്നാട് ലോബി അവിടെ ആസൂത്രിതമായിക്കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഞാലിപ്പൂവൻ വിത്തുകളിൽ വലിയ ശതമാനവും ഗുണനിലവാരം കുറഞ്ഞ വിത്തുകളാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന വാഴവിത്തുകൾ ഈ സംഭവം ഒരുക്കിയെടുക്കുമ്പോൾ അതിനകത്ത് വലിയ തോതിൽ ഇതിൻ്റെ തൊലി ചെത്തിക്കളയുന്നു. ഇതുമൂലം ഇവിടെ വന്ന് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന വാഴ ഒടിഞ്ഞു പോകുന്നത് പോലെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നീറിപ്പോകുന്ന ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ മുൻകാലങ്ങളിൽ നമ്മുടെ നാടൻ വാഴവിത്തുകളാണ് കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഴക്കുലകൾക്ക് തൂക്കമുണ്ട് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ടാണ് കർഷകർ ഈ അന്യസംസ്ഥാന വാഴവിത്ത് കൃഷിയിലേക്ക് മാറിയത്. ഇതുമൂലം നമ്മുടെ ഇവിടുത്തെ നാടൻ വാഴവിത്തുകൾ ഇന്ന് പൂർണ്ണമായി കർഷകർ കൃഷി ചെയ്യാത്തൊരു സാഹചര്യവും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്ന് ഇവിടുത്തെ കർഷകരെല്ലാം തന്നെ ഏത്തവാഴ കൃഷി ചെയ്യുന്നവരാണെങ്കിലും ഞാലിപ്പൂവും ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഈ അന്യസംസ്ഥാന വാഴവിത്തുകളെ ആശ്രയിച്ച് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ എത്തപ്പെടുന്ന വിത്തുകൾ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കേണ്ട കൃഷി വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന വാഴവിത്ത് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കച്ചവടം നടക്കുന്നത്. ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത് വാഴക്കൃഷിയിൽ ഏർപ്പെടുന്ന കർഷകർക്ക് നമ്മൾ തമിഴ്നാട്ടിലെ കർഷകരുമായിട്ടാണ് മത്സരിക്കേണ്ടത്. അത്തരം സാഹചര്യത്തിൽ ഗുണനിലവാരമില്ലാത്ത വിത്തുകൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഉൽപ്പാദനം ലഭിക്കാതെ വരുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴാണെങ്കിൽ ഈ പറയുന്ന വിപണിയിൽ ഏത്തക്കായ്ക്ക് 70 രൂപയ്ക്കടുത്ത് കർഷകർക്ക് വില ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഏത്തക്കൊല വലിയ തോതിൽ കുറഞ്ഞു പോകുന്നു. കാര്യം കൃഷി ലാഭകരമാകണമെങ്കിൽ ഗുണനിലവാരമുള്ള വിത്തുകളാണ് ഇവിടെ കർഷകർക്ക് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു നടപടിയാണ്. കൃഷി വകുപ്പ് കർശനമായ പരിശോധന, അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും കർഷകർക്ക് വാഴവിത്തുകൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വിത്തുകളെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും അധികം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഞാലിപ്പൂവൻ വാഴക്കൃഷിയാണ്. ഞാലിപ്പൂവൻ വാഴക്കൃഷി കേരളത്തിൽ നിന്നും ഇല്ലാതായി പോകുന്ന പോലെ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വിപണിയിൽ ഏറ്റവും അധികം ആവശ്യക്കാരുള്ളതും ഞാലിപ്പൂവൻ പഴത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ കർഷകർക്ക് ഗുണനിലവാരമുള്ള വിത്തുകൾ ഉറപ്പാക്കാൻ കൃഷി വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം.